ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കണം. ഇത് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് ദഹിക്കാറില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പൂച്ചയെ ഓടിക്കരുത്. അപ്പൊ ചോദിക്കും, ഉസ്താദ് മീൻ അത് മോട്ടിച്ചാൽ നിനക്ക് സദക്കയുടെ കൂലി കിട്ടും. അള്ളാഹു അതിന് എഴുതിയിരിക്കണല്ലേ. ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽപ്പെട്ട ഒന്നാണ് പൂച്ച. മീൻ വെട്ടുന്ന സമയത്ത് അടുത്ത് വരും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടുത്ത് വരും. അതിനെ ഓടിക്കലല്ല, കല്ലെറിഞ്ഞോട്ടിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതിന് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ചിലര് പെണ്ണുങ്ങൾ പറയും, പൊരിച്ചു വെച്ചിരിക്കണം മീൻ കൊണ്ടുപോകും. അതിന് പേരെഴുതിയിട്ടുണ്ട്, അതല്ലേ കൊണ്ടുപോകണേ? അങ്ങനല്ലേപ്പാ? എന്തെങ്കിലും ഉണ്ടായിരിക്കണേ. പൂച്ച നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ ഇവിടെ നിന്ന് പായിപ്പാട് മാർക്കറ്റിൽ നിന്ന് നല്ല അയിലയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. എന്തോ ശബ്ദം കേട്ടു, ഭാര്യ അങ്ങോട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കോ പൂച്ച കൊണ്ടുപോയി. കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തേ? അതിന്റെ റിസ്ക് അല്ലാഹ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽപ്പെട്ട ഒന്നാണ് പൂച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ കയറിയിരുന്നിട്ട് ഉറങ്ങിപ്പോയി, വിളിച്ചോടിച്ചില്ല. അതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആട്ടി ഓടിച്ചൊന്നുമില്ല. കുറച്ചു നേരം നോക്കി എഴുന്നേറ്റ് ഉണരുവോ? എവിടെ ചങ്ങാതി, നല്ല ചൂടല്ലേ, ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. അവസാനം പ്രവാചകൻ തന്റെ വസ്ത്രം മുറിച്ചു മാറ്റി, ആ പൂച്ച ഉറങ്ങട്ടെ